മെഡിക്കൽ കോളേജിൽ തുന്നലിട്ട മുറിവിൽ മരക്കഷ്ണങ്ങൾ കണ്ടെത്തിയതിൽ അന്വേഷണത്തിന് ഉത്തരവ്. അന്വേഷണ സംഘം രൂപീകരിക്കാൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. അടിയന്തരമായ റിപ്പോർട്ട് നൽകണം. ശസ്ത്രക്രിയ നടത്തിയ ഓർത്തോ വിഭാഗം ഡോക്ടറിൽ നിന്ന് മൊഴിയെടുക്കും. MG പ്രദേശ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് പ്രദേശ്. മറ്റൊരു രോഗിയുടെ മറ്റൊരു ദുരിതം. ഇതിലിപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? ശ്രുതി, റോഷ്നി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെയാണ് കഴിഞ്ഞ ദിവസം ഗുരുതരമായ ചികിത്സാ പിഴവ് പരാതി ഉണ്ടാകുന്നത്. മാർച്ച് മാസം 21-ാം തീയതി മരത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വീണ ആളെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും കാലിൽ തുന്നലിട്ട വീട്ടിലേക്ക് അയക്കുകയും ചെയ്തു. പക്ഷേ ആ മുറിവിൽ നിന്ന് മരക്കഷ്ണങ്ങൾ പിന്നീട് നടത്തിയ ശസ്ത്രക്രിയയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതിലാണ് ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചു എന്ന് കുടുംബം ആരോപിക്കുന്നത്. ഈ പരാതി പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിനോടാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇന്ന് രാവിലെ തന്നെ ഒരു മെഡിക്കൽ സംഘത്തെ ഇത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തണം എന്നതാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് ആരോഗ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. എത്രയും വേഗം റിപ്പോർട്ട് നൽകണമെന്ന് കൂടി ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ മാർച്ച് മാസം 21-ാം തീയതിയാണ് ഈ കാലിന് ഗുരുതരമായി പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഭരതന്നൂർ സ്വദേശിയായ മധു എത്തുന്നത്. അവിടെ വെച്ച് 12 തുന്നൽ കാലിനിട്ടു. പക്ഷേ വീട്ടിൽ മടക്കി അയച്ച ശേഷം ഈ വേദന കുറഞ്ഞില്ല. മുറിവ് ഉണങ്ങാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തുകയും അവിടെ ശസ്ത്രക്രിയ നടത്തുമ്പോഴാണ് ഈ മുറിവിനുള്ളിൽ നിരവധി മരക്കഷ്ണങ്ങൾ കണ്ടെത്തിയത്. ഈ മരക്കഷ്ണങ്ങൾ കൃത്യമായ മുറിവ് പരിശോധിക്കാതെ ക്ലീൻ ചെയ്യാതെ തുന്നലിട്ട് വിട്ടു എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം. ഇതിലാണ് വിശദമായ അന്വേഷണം നടത്തുക. ആദ്യഘട്ടത്തിൽ എടുത്ത എക്സ്റേയിൽ ഈ മരക്കഷ്ണങ്ങൾ കണ്ടിരുന്നു എന്നതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. കാരണം എക്സ്റേ എടുക്കുമ്പോൾ മരക്കഷ്ണങ്ങൾ ആ എക്സ്റേയിൽ തെളിഞ്ഞു കാണാനുള്ള സാധ്യത കുറവാണ് എന്നതാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. എന്തായാലും ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത് എന്ന കാര്യമായിരിക്കും വിശദമായി പരിശോധിക്കുക. റിപ്പോർട്ട് കിട്ടിയാൽ ആ റിപ്പോർട്ട് പരിഗണിച്ച് നടപടി ഉണ്ടാകും എന്നതാണ് ആരോഗ്യമന്ത്രിയും അറിയിക്കുന്നത്. നോക്കൂ, ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുടെ അല്ലെങ്കിൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള വിശദീകരണം, അതിൽ അവർ എന്താണ് പറയുന്നത് പ്രദേശ്? റോഷ്നി, ഈ ആരോഗ്യ വിദഗ്ധർ പറയുന്നത് സാധാരണ ഈ മരത്തിന് മുകളിൽ നിന്ന് ആണ് ഈ ഭരതന്നൂർ സ്വദേശിയായ മധുവിന് പരിക്കേറ്റത്. ഈ മരത്തിന് മുകളിൽ നിന്ന് വീഴുമ്പോൾ സ്വാഭാവികമായും ഈ ശരീരത്തിനുള്ളിലേക്ക് ഈ മരക്കഷ്ണങ്ങളുടെ അവശിഷ്ടം പോകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഈ പ്രാഥമിക പരിശോധനയിൽ അത് കണ്ടെത്തിയെന്ന് വരില്ല. സാധാരണ ഈ മുറിവ് ഡ്രസ്സ് ചെയ്ത് വിട്ട് പിന്നീട് ഈ മുറിവ് ഉണങ്ങാത്ത സാഹചര്യമോ അല്ലെങ്കിൽ അതിൽ നിന്ന് പഴുപ്പ് പുറത്തു വരുമ്പോഴായിരിക്കും സ്വാഭാവികമായും ആ മുറിവിനുള്ളിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് ബോധ്യപ്പെടുക. പക്ഷേ പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ അത്തരത്തിൽ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് പ്രാഥമികമായി ഡോക്ടറുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഈ എക്സ്റേ എടുക്കുമ്പോൾ തന്നെ ഈ മരക്കഷ്ണങ്ങൾ ഈ മുറിവിനുള്ളിലുണ്ട് എങ്കിൽ അത് കൃത്യമായി തെളിഞ്ഞ് കാണണമെന്നില്ല, അതിൽ വ്യക്തത ഉണ്ടാകില്ല എന്നുകൂടി ഡോക്ടർമാർ പറയുന്നുണ്ട്. എന്തായാലും ആ എക്സ്റേ ഉൾപ്പെടെ പരിശോധിക്കും. ആ എക്സ്റേയിൽ കൃത്യമായി മരക്കഷ്ണങ്ങൾ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടും അത് പരിശോധിക്കാതെ തുന്നലിട്ട് വീട്ടിലേക്ക് മടക്കി അയച്ചുവെങ്കിൽ ഗുരുതരമായ ചികിത്സാ പിഴവ് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലേക്കായിരിക്കും എത്തുക. എന്തായാലും വിശദമായി പരിശോധിക്കും. മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗമാണ് ഈ ഇടത് കാലിന് തുന്നലിട്ടത്. അതുകൊണ്ട് തന്നെ ആ വിഭാഗത്തിലെ ഡോക്ടർമാരിൽ നിന്നടക്കം മൊഴിയെടുക്കും, കുടുംബത്തിൽ നിന്ന് മൊഴിയെടുക്കും. ഇന്ന് 11 മണിയോട് കൂടി തന്നെ അന്വേഷണ സംഘത്തെ നിശ്ചയിച്ചുകൊണ്ട് പ്രിൻസിപ്പൽ ഉത്തരവിടും.